നമസ്കാരം. 50 രൂപയിൽ താഴെ ട്രേഡ് നടക്കുന്ന 2 ഷെയറുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാമെന്ന് കരുതിയാണ് ഈ വീഡിയോ. മിഡ് ക്യാപ്പിൽ പെടുത്താവുന്ന 2 ഷെയറുകളാണ്. ലോങ് ടേം നിക്ഷേപകർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇതൊക്കെ. ഉടനെ തന്നെ ഒരു മൾട്ടി ബാഗർ റിട്ടേൺ ഒക്കെ കിട്ടുമെന്ന് കരുതിയൊന്നും ആരും നിക്ഷേപിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുക, എന്നിട്ട് നിങ്ങൾക്ക് സൗകര്യമായി വരുന്ന ഒരു വില നിലവാരത്തിലേക്ക് എത്തുമ്പോൾ മാത്രം എൻട്രി ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തത് ഇൻഫിബീം അവന്യൂസ് എന്ന് പറഞ്ഞൊരു ഷെയറാണ്. ഡിജിറ്റൽ ടെക്നോളജി മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. ഫിനാൻസിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഡിജിറ്റലായിട്ടുള്ള പണമിടപാടുകളാണ് അത് നോക്കുന്നത് മെയിനായിട്ടുള്ള സംവിധാനം. അവർ ഇന്ത്യയിലും പുറത്ത് വിദേശ രാജ്യങ്ങളിലുമെല്ലാം പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പല കമ്പനികളെ ഏറ്റെടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് അതിനൊരു വികസന സാധ്യത കാണുന്നു. അവർ മുന്നോട്ട് പോകുന്നത് വളരെയേറെ അഗ്രസീവായിട്ട് മാർക്കറ്റ് പിടിക്കത്തക്ക രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഷെയറിനെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. ഇൻഫിബീം അവന്യൂസ് എന്ന് പറയുന്ന ഷെയറിന് മാർക്കറ്റ് ക്യാപ്പ് 9431 രൂപയാണ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ. PE 65 ഹൈയ ലോയ കാണിക്കുന്നത് 52 വീക്ക് ഹൈ കാണിക്കുന്നത് 42.50, 13.75 ആണ് ലോ കാണിക്കുന്നത്. ഒരു വർഷം കൊണ്ട് നമ്മൾക്കതിന് മൾട്ടി ബാഗർ റിട്ടേണുകളൊക്കെ കിട്ടിക്കഴിഞ്ഞതാണ്. എങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കമ്പനിയുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 33.90 കച്ചവടം നടന്നിരിക്കുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 33.90 രൂപ. ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ഡ്രോബാക്കായി എനിക്ക് തോന്നുന്നത് അതിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് വളരെ കുറവാണെന്നുള്ളതാണ്. 27.4 ആണ് പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് ഉള്ളൂ. ബാക്കി പബ്ലിക്കിൻ്റെ കയ്യിലാണ്. FIs ഉണ്ട്. FIsന് 8% ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. DIsനും ഉണ്ട്. നിസ്സാരമാണ്, നിസ്സാര പെർസെൻറ്റേജ് ഉള്ളൂ. 1 പോയിൻറ്റ് സംതിങ് ആണുള്ളത്. അങ്ങനെയുള്ള ഒരു കമ്പനിയാണ്. പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ പുതിയ അമേരിക്കയിലുള്ള ഒരു ചെറിയ സോഫ്റ്റ്വെയർ കമ്പനിയൊക്കെ അവർ ഈ ഡിജിറ്റൽ ഫിനാൻസ് മേഖലയിൽ അക്വയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ പ്രവർത്തനം മേഖല വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാമെന്ന് എനിക്ക് തോന്നുന്നു. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് കുറേയൊക്കെ അതിൽ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. അടുത്തതായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടത് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ള ഒരു ഓഹരിയാണ്. ഇതിനു മുമ്പും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഈസ് മൈ ട്രിപ്പ് എന്ന് പറയുന്ന ഓഹരിയാണ്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് എന്നാണ് കമ്പനി നെയിം കിടക്കുന്നത്. ഈസ് മൈ ട്രിപ്പ് എന്ന് NSEയിൽ കാണും. പ്രസ്തുത കമ്പനിയുടെ ഷെയർ വാല്യൂ ഇപ്പോഴും ഒരു 46.5 രൂപയിലാണ് കച്ചവടം നടന്നിരുന്നത്. ലാസ്റ്റ് ക്ലോസിങ് 46.5 ആണ്. ടൂർസ് ആൻഡ് ട്രാവൽ മേഖലയിലെ ഇ-കൊമേഴ്സ് കമ്പനിയാണ്. ഇപ്പോഴും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഇ-കൊമേഴ്സ് കമ്പനികളിലൊന്നാണ് ഈസ് മൈ ട്രിപ്പ്. അവർ പുതിയ പുതിയ മേഖലകളിലേക്കൊക്കെ കടക്കുന്നുണ്ട്. അവർ ഹോട്ടൽ ചെയിനൊക്കെ അക്വയർ ചെയ്യുന്നുണ്ട്. പിന്നെ പല ഇതുപോലുള്ള കമ്പനികളിൽ ഭാഗവാക്കാവുന്നു, പാർട്ട്ണർഷിപ്പ് ആകുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും ഒരു
എന്താ പറയുക, അടുത്ത ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ അടുത്തിടെ അയോധ്യയിൽ അവരുടെ ഒരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ഉണ്ടായി. അങ്ങനെയൊക്കെ വരുന്ന ഒരു ഷെയറാണ് ഈസ് മൈ ട്രിപ്പ്. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 8240 കോടിയാണ്. PE വരുന്നത് 49.5. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 46.5 ആണ്. ഹൈ ആൻഡ് ലോ കാണിക്കുന്നത് 54ഉം 37ഉമാണ്. ഒരുപാട് ഒരു വോളട്ടൈലായി ട്രേഡിംഗ് നടക്കാറില്ല. പക്ഷേ അതിനൊരു സ്റ്റഡിയായ മുന്നോട്ട് പോക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫേസ് വാല്യൂ 1 രൂപയാണ്. ROE എന്ന് പറഞ്ഞാൽ 46.9%. ഡിവിഡൻഡ് ഈൽഡ് ഉണ്ട് 0.22 ആണ്. ആ ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനി പോലും ഇതിലില്ല എന്നുള്ളതാണ്, ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തിലെ ഇ-കൊമേഴ്സ് മേഖലയിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതേ സമയത്താണ് ഈസ് മൈ ട്രിപ്പ് ചെറിയ രീതിയിലാണെങ്കിലും ഈ ഡിവിഡൻഡ് നൽകുന്നത്. ഇതിൻ്റെ ഈയിടെ നടന്ന ചില അക്വിസിഷനുകളാണ് അവരെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. സ്പ്രീ ഹോസ്പിറ്റാലിറ്റി അക്വയർ ചെയ്തു അവർ. 1400ഓളം റൂമുകളുള്ള ഒരു ഹോട്ടൽ ആണ്. പിന്നെ യോളോ ബസ് ഫ്ലൈ ബിഗ് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട്. സ്പൈസ് ജെറ്റുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ജസ്റ്റ് ഡയലുമായിട്ട് ബിസിനസ്സിന് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. എക്കോ ഹോട്ടൽസ് ഇവരുടെ 51% ഷെയർ ഈ അടുത്തിടെ അവർ അക്വയർ ചെയ്യുകയുണ്ടായി. അങ്ങനെയൊക്കെയുള്ള ഒരു ഷെയറാണ് ഈസ് മൈ ട്രിപ്പ്. ഈസ് മൈ ട്രിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഇ-കൊമേഴ്സ് രംഗത്ത് നമ്മളുടെ ഈ കൊറോണയ്ക്ക് മുമ്പാണ് ഇത് ശരിയായ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. അതുകൊണ്ട് കൊറോണ സമയത്ത് അവർ ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്ത ഒരു ബിസിനസ്സാണല്ലോ ഈ ട്രാവൽ ആൻഡ് ടൂറിസം. വീണ്ടും അതിൻ്റെ ശരിയായ രൂപത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കാവുന്ന ഒരു ഷെയറാണ് ഈസ് മൈ ട്രിപ്പ്. ഈസ് മൈ ട്രിപ്പിൻ്റെ വളരെയേറെ സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്കതിനെ ശ്രദ്ധിക്കേണ്ടി വരുന്നത്. അതിൻ്റെ ഷെയർ ഹോൾഡിങ്ങിൽ പ്രൊമോട്ടേഴ്സിന് 64.3% ഹോൾഡിംഗ് ഉണ്ട്. കുഴപ്പമില്ലാത്ത ഹോൾഡിംഗ് അവർ നിലനിർത്തുന്നുണ്ട്. FIEസും DIEസും ഒക്കെ ചെറിയ രീതിയിൽ നിക്ഷേപമുള്ള ഒരു ഷെയറാണ്. നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, അതിനെ പതുക്കെ വാച്ച് ചെയ്യുക. 46 രൂപ 50 പൈസയിൽ കിടക്കുന്ന ആ ഷെയറിന് നിങ്ങൾക്ക് വാങ്ങാവുന്ന ഒരു ലെവൽ തന്നെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതൊരു 40 രൂപയിലേക്കൊക്കെ വരാറുണ്ട് അതിൻ്റെ ഇടിഞ്ഞു വരുമ്പോൾ. അതിൽ കവിഞ്ഞ ഒരു വോളറ്റൈലിറ്റി അതിനുണ്ടാവാറില്ല. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അതിൽ ലോങ് ടേം നിക്ഷേപിക്കുന്നവർക്ക് പതുക്കെ തുടങ്ങാവുന്ന, അല്ലെങ്കിൽ കുറേശ്ശെയായി വാങ്ങി തുടങ്ങാവുന്ന ഒരു ഷെയറാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ടോ നിങ്ങളുടെ രീതിയിലുള്ള ഗവേഷണങ്ങളൊക്കെ റിസർച്ചിങ് ഒക്കെ നടത്തിയതിന് ശേഷം മാത്രം ചെയ്യണം. ഞാനൊരു ഇതിനു വേണ്ടിയുള്ള ഒരു അഡ്വൈസറൊന്നുമല്ല, ഫിനാൻഷ്യൽ അഡ്വൈസറൊന്നുമല്ല. പക്ഷേ എൻ്റെ പരിചയങ്ങളിൽ നിന്ന് ഞാനിത് പഠിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നത് കൊണ്ട്, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടും ഞാൻ എടുത്ത് പറയുന്നുവെന്നേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനകത്ത് നിങ്ങളുടെ പണമാണ്, അത് നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് മാത്രം നിക്ഷേപിക്കുക. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം.